ഡോക്ടറെ ഗ്യാസ് തലയിൽ കയറി നിൽക്കുകയാണ്. ഗ്യാസ് ഇതുപോലെ നെഞ്ചത്ത് വന്നിട്ട് ഉരുണ്ട് മറിയുന്നു. ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ പുറത്തേക്ക് കൊളുത്തിപ്പിടിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ദഹന പ്രശ്നങ്ങളും അസിഡിറ്റി ഉള്ളവർ നമ്മളോട് വന്ന് ചികിത്സയ്ക്ക് വരുമ്പോൾ പറയാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വയറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിതമായിട്ടുള്ള ഗ്യാസ് ഒന്നും നമ്മുടെ തലയിലേട്ടോ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ഗ്യാസ് കൂടുമ്പോൾ അല്ലെങ്കിൽ വയറിൽ ദഹനക്കേട് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ഞരമ്പിനുണ്ടാകുന്ന ഒരു ഇറിറ്റേഷനാണ്. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ട് വയറ് വീർത്തു വരുമ്പോൾ കൊണ്ട് വയർ ഇതുപോലെ വീർത്ത് വരുമ്പോൾ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ അതുവഴി ഒരു ഞരമ്പ് പാസ് ചെയ്യുന്നുണ്ട്. ആ ഞരമ്പിന്റെ പേരാണ് വേഗസ് നെർവ്. വേഗസ് നെർവിന് ഇതുപോലെ ഇറിറ്റേഷൻ വരികയും വേഗസ് നെർവിന്റെ മറ്റ് ബ്രാഞ്ചസിന് അതിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വേഗസ് നെർവിന്റെ ബ്രാഞ്ചസ് ഒക്കെ നമ്മുടെ തലയിലും പുറത്തോട്ടും അല്ലെങ്കിൽ മറ്റ് ഓർഗൻസിലൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലും ഇതിന്റെ ഇറിറ്റേഷൻ ഉണ്ടാവും. അത് ചിലപ്പോൾ വേദനയായിട്ടായിരിക്കാം, ഒരു കൊളുത്തിപ്പിടുത്തം പോലത്തെ ആയിരിക്കാം, ഒരു തിങ്ങൽ അനുഭവപ്പെടുക, അല്ലെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും വന്ന് ഇരിക്കുന്നത് പോലെ അനുഭവപ്പെടുക, അതുപോലെ തലയിട്ട് തലവേദന അനുഭവപ്പെടുക, തലകറക്കം അനുഭവപ്പെടുക. ഇതൊക്കെ നമുക്ക് ഈ വയറിന്റെ ഗ്യാസിന്റെ പ്രയാസം കൊണ്ട് ആ സമയത്ത് വന്നേക്കാം. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വയറിലുള്ള ദഹന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടൊന്നും നമ്മുടെ തലയിലേട്ടോ മറ്റു ഭാഗങ്ങളിലേക്കോ ഒന്നും കയറി പോകുന്നില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വയറിലുണ്ടാകുന്ന ദഹന പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിച്ചെടുക്കുക എന്നുള്ളതാണ്. ദഹനം ശരിയായി നടക്കുമ്പോൾ വയറ് അമിതമായിട്ട് ഇതുപോലെ വീർത്തു വരാതിരിക്കുകയും അതുകൊണ്ട് ആ നെർവിനൊന്നും ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിച്ചെടുക്കാനും നമുക്ക് പറ്റും.